പറഞ്ഞ് ഓണപരീക്ഷയാകാറായി അല്ലേ? അപ്പം നാളെയാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ മക്കളെ റെഡിയല്ലേ? നമ്മളിതാ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ആൻസർ. Look at the picture. Your teacher will tell you a story. Listen carefully. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പിക്ചർ കാണുന്നുണ്ട്. ആ പിക്ചറിനെ ബേസ് ചെയ്ത് ടീച്ചർ ഒരു സ്റ്റോറി പറയും. എന്നിട്ടോ അത് വൃത്തിയിൽ കേൾക്കുക. ലിസൺ കെയർഫുള്ളി. അപ്പം എൻ്റെ മക്കൾ സ്റ്റോറി കേട്ടോളൂ. ദാ സാഷ ആൻഡ് ദ ബിരിയാണി. സാഷ ആൻഡ് ദ ബിരിയാണി. സാഷ ലവ്ഡ് ബിരിയാണി വെരി മച്ച്. സാഷക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് വാസ് ഹെർ ഫേവറേറ്റ് ഡിഷ്. അത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. വൺ ഡേ ഹെർ ഗ്രാൻഡ് മദർ പ്രിപ്പയർഡ് ഡെലിഷ്യസ് ബിരിയാണി ഫോർ ദ ഫാമിലി. ഒരു ദിവസം അവളുടെ ഗ്രാൻഡ് മദർ അമ്മൂമ്മ എന്ത് ചെയ്തു? നല്ല അടിപൊളി ബിരിയാണി ആക്കി കൊടുത്തു അല്ലേ? സാഷ വാസ് വെരി ഹാപ്പി ടു സീ ദ ഹോട്ട് ആൻഡ് ടേസ്റ്റി ബിരിയാണി. സാഷക്ക് ആ ഹോട്ട് ആൻഡ് ടേസ്റ്റി ബിരിയാണി കണ്ടിട്ട് കൊതിയായല്ലേ, ഭയങ്കര സന്തോഷമായി. ഷീ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സംവൺ. അവൾ അത് മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. ഷീ തോട്ട് അബൌട്ട് ഹെർ നൈബർ കബിത. അവൾ ആരെക്കുറിച്ച് ചിന്തിച്ചു? അവളുടെ അയൽവാസിയായ കബിതയെക്കുറിച്ച് ചിന്തിച്ചു. സാഷ ഡിസൈഡഡ് ടു ഗിവ് സം ബിരിയാണി ടു ഹെർ. സാഷ എന്ത് ചെയ്തു? അവൾക്ക് കൂടി കുറച്ച് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചു. ദേ പാക്ക്ഡ് ദ ഹോട്ട് ബിരിയാണി ഇൻ എ ടിഫിൻ ബോക്സ്. അവർ ആ ഹോട്ട് ബിരിയാണി എവിടെ പാക്ക് ചെയ്തു? ഒരു ടിഫിൻ ബോക്സിലേക്ക് നിറച്ചു. സാഷ ഹാപ്പിലി ടുക്ക് ദ ടിഫിൻ ബോക്സ് ആൻഡ് വെന്റ് ടു ഷെയർ ദ ഫുഡ് വിത്ത് കബിത. സാഷ എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ടിഫിൻ ബോക്സ് എടുത്തിട്ട് ആർക്ക് കൊടുക്കാൻ പോയി? കബിതക്ക് കൊടുക്കാൻ പോയി. കബിത വാസ് വെരി ഹാപ്പി ടു റിസീവ് ദ ബിരിയാണി. കബിത ഈ ബിരിയാണി കിട്ടിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷവതിയായിരുന്നു. ദേ ഷെയർഡ് ദ ഫുഡ് വിത്ത് ലവ് ആൻഡ് ഹാപ്പിനെസ്. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആ ഫുഡ് ഷെയർ ചെയ്തു. ദ സ്റ്റോറി ടീച്ചസ് അസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിങ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ്. ഈ സ്റ്റോറി നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടതിൻ്റെയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ബാക്കിയുള്ളവരെ കെയർ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടുമാണ് ഈ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു തവണ കൂടെ വായിക്കാമേ. സാഷ ആൻഡ് ദ ബിരിയാണി. സാഷ ലവ്ഡ് ബിരിയാണി വെരി മച്ച്. ഇറ്റ് വാസ് ഹെർ ഫേവറേറ്റ് ഡിഷ്. One day, her grandmother prepared delicious biryani for the family. Sasha was very happy to see the hot and tasty biryani. She wanted to share it. അവളത് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. With someone, ആരെങ്കിലും ആയിട്ട്. ഓക്കെ, അപ്പോൾ she thought about her neighbor കബിത. Sasha decided to give some biryani to her. They packed the hot biryani in a tiffin box. Sasha happily took the tiffin box and went to share the food with Kabida. Kabita was very happy to receive the biryani. They shared the food with love and happiness. ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ക്ലിയർ ആണല്ലോ സ്റ്റോറി? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. മക്കളെ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതാ നോക്കിക്കോ. ഹാവ് യു എൻജോയ്ഡ് ദ സ്റ്റോറി? നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നമുക്ക് ഒന്നൊന്നായി നോക്കാം. വാട്ട് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്? ഏതാണ് സാഷയുടെ ഫേവറേറ്റ് ഡിഷ്? ആൻസർ എന്താ? ബിരിയാണി. ഏതാണ് സാഷയുടെ ഫേവറേറ്റ് ഡിഷ്? ബിരിയാണി. വാട്ട് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്? ഏതാണ് സാഷയുടെ ഫേവറേറ്റ് ഡിഷ്? പഠിച്ചോ ഇപ്പം തന്നെ? ബിരിയാണി അല്ലേ? ബിരിയാണി. അടുത്ത ചോദ്യം, ഹൂ കുക്ക്ഡ് ബിരിയാണി? ആരാണ് ബിരിയാണി ഉണ്ടാക്കിയത്? ആരാ മക്കളെ? ആൻസർ കമൻറ്റ് ചെയ്തേ. ആരാണ് ബിരിയാണി ഉണ്ടാക്കിയത്? ഹൂ കുക്ക്ഡ് ബിരിയാണി. നമ്മുടെ കഥയെ ബേസ് ചെയ്ത് ആരാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞേ. ഒന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഹൂ കുക്ക്ഡ് ബിരിയാണി ഒന്ന് കമൻറ്റ് ചെയ്തേ എൻ്റെ മക്കള്. ദ ആൻസർ നോക്കിക്കോളൂ. ഹെർ ഗ്രാൻഡ് മദർ. ആരാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയത്? അവളുടെ ഗ്രാൻഡ് മദറാണ്. സാഷയുടെ ഗ്രാൻഡ് മദർ, അമ്മൂമ്മ. അടുത്ത ചോദ്യം, സാഷ വാണ്ടഡ് ടു ഷെയർ ദ ബിരിയാണി വിത്ത് ഡാഷ്. സാഷ ആർക്കാണ് ബിരിയാണി കൊടുക്കാൻ ആഗ്രഹിച്ചത്? ഹെർ ഗ്രാൻഡ് മദർ, കബിത, ദ ടീച്ചർ, ഹെർ നൈബർ. ഓക്കെ, ഇതിൽ രണ്ട് ആൻസർ എൻ്റെ മക്കൾക്ക് ശരിയായി തോന്നാം. കബിത എന്നും അതുപോലെ ഹെർ നൈബർ എന്നും. അതായത് കബിത അവളുടെ നൈബറാണ്, അയൽവാസിയാണ്. പക്ഷെ കറക്റ്റ് അവിടെ പേര് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തിലേക്ക് പോകാം? കബിത എന്ന ഉത്തരത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കബിത. സാഷ വാണ്ടഡ് ടു ഷെയർ ദ ബിരിയാണി വിത്ത്
കബിത. അപ്പൊ കബിത എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത ചോദ്യം, ദേ പാക്ക്ഡ് ദ ഹോട്ട് ബിരിയാണി ഇൻ എ ഡാഷ്. അവർ ആ ഹോട്ട് ബിരിയാണി, ചൂടുള്ള ബിരിയാണി ഏതിലാണ് പാക്ക് ചെയ്തത്? എന്തൊക്കെ ആൻസർ എന്ന് നോക്കാം, ഓപ്ഷൻസ് എന്ന് നോക്കാം. ബക്കറ്റ്, ബിഗ് ബൗൾ, ടിഫിൻ ബോക്സ്, പ്ലാസ്റ്റിക് കവർ. എവിടെയാണ് അവർ ബിരിയാണി നിറച്ചത്? എവിടെയാണ്? ടിഫിൻ ബോക്സിലാണ്. ഓക്കെ, അപ്പോൾ സി എന്നുള്ള ടിഫിൻ ബോക്സ് ഒന്ന് സർക്കിൾ ചെയ്യുക, എന്നിട്ടോ അവിടെ ടിഫിൻ ബോക്സ് എന്ന് എഴുതുക. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ദ സ്റ്റോറി ഈസ് അബൌട്ട് ഡാഷ്. ഈ സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടുള്ളതാ? ബിരിയാണിനെ കുറിച്ചിട്ടാണോ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണോ, ഫാമിലിനെ കുറിച്ചിട്ടാണോ, കുക്കിങ്ങിനെ കുറിച്ചിട്ടാണോ? ബിരിയാണിനെ കുറിച്ചിട്ടാണോ ഈ സ്റ്റോറി പറയുന്നത്? പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നാം. അല്ല. എന്തിനെ കുറിച്ചിട്ടാണ് ഈ സ്റ്റോറി പറയുന്നത്? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് ഈ സ്റ്റോറി പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 2, റീഡ് ആൻഡ് റൈറ്റ്. വായിക്കുക, എഴുതുക. റീഡ് ആൻഡ് റൈറ്റ്, ഇതാണ് അടുത്ത ആക്ടിവിറ്റി. നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ, റീഡ് ദ ഫോളോയിങ് സ്റ്റോറി. പിക്ചർ നോക്കുക, എന്നിട്ടോ ഈ തന്നിരിക്കുന്ന സ്റ്റോറി വായിക്കുക. പിക്ചർ കണ്ടല്ലോ എൻ്റെ മക്കളെല്ലാവരും? പിക്ചർ കണ്ടല്ലോ മക്കളെ? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിക്ചർ കണ്ടല്ലോ? ഇനി നോക്ക്, എന്താണ് നമ്മുടെ കഥയുടെ ടൈറ്റില്? ദ ലിറ്റിൽ ക്ലൗഡ്സ് സർപ്രൈസ്. ആ ലിറ്റിൽ ക്ലൗഡ്സ് സർപ്രൈസ്, അതായത് ഒരു ലിറ്റിൽ ക്ലൗഡ്, ഒരു ചെറിയ മേഘത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കഥ കേട്ടോ. നോക്കിക്കോ. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി മോർണിംഗ്. അതെങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു? എങ്ങനെയുള്ളൊരു രാവിലത്തെ സമയമായിരുന്നു? നല്ല ചൂടും നല്ല വെയിലും ഉള്ളൊരു ദിവസമായിരുന്നു, ഒരു മോർണിംഗ് ആയിരുന്നു. All the animals were tired. എല്ലാ ആനിമൽസും ടയേർഡായി, വളരെ ക്ഷീണിച്ചു. Oh no, the pond is dry, said the deer. അയ്യോ, ഇത് നോക്ക്, കുളം ഫുള്ള് വറ്റിപ്പോയി. ആര് പറഞ്ഞു? മാൻ പറഞ്ഞു. Oh no, the pond is dry, said the deer. We need water, said the birds. പക്ഷികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണം. We need water, said the birds. A small rain cloud floated in the sky. ആ സമയത്ത് ഒരു ചെറിയ മഴക്കാറ് അല്ലെങ്കിൽ മഴമേഘം ആകാശത്ത് ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. The cloud looked down and said. ആ മേഘം താഴത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, I want to help. ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. But the cloud was too small. പക്ഷെ ആ മേഘം എങ്ങനെയായിരുന്നു? വളരെ ചെറുതായിരുന്നു. അല്ലേ? മേഘം എങ്ങനെയായിരുന്നു? വളരെ ചെറുതായിരുന്നു. The animals looked up and said, Please try, little cloud. ആനിമൽസ് മുകളിലേക്ക് നോക്കിയിട്ട് മേഘത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട മേഘമേ, നീ എന്ത് ചെയ്യ്? അല്ലേ, ചെറിയ മേഘമേ, നീ എന്ത് ചെയ്യ്? വീണ്ടും വീണ്ടും ശ്രമിക്കൂ, മഴ പെയ്യിക്കാൻ ശ്രമിക്കൂ. The little cloud had an idea. ആ ചെറിയ മേഘത്തിന് ഒരു ഐഡിയ തോന്നി. I will call my cloud friends. ഞാൻ എൻ്റെ മേഘ കൂട്ടുകാരെയൊക്കെ വിളിക്കാം. More clouds came from all sides. ഒരുപാട് മേഘങ്ങൾ അവിടെ എത്തിച്ചേർന്നു. They joined together as a big and dark cloud. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് വലിയ ഒരു ഡാർക്ക് കളറുള്ള കറുത്തിരുണ്ട മേഘമായി മാറി. Soon it started to rain. പെട്ടെന്ന് തന്നെ അവിടെ എന്ത് പെയ്യാൻ തുടങ്ങി? മഴ പെയ്യാൻ തുടങ്ങി. The pond was filled with water again. ആ പോണ്ട് നിറച്ചു എന്തായി? വെള്ളം നിറഞ്ഞു വീണ്ടും. The trees danced in the rain. The trees danced in the rain. ആ മഴയത്ത് ആരൊക്കെ നൃത്തം ചെയ്തു? ആ മരങ്ങളൊക്കെ നൃത്തം ചെയ്തു. The animals cheered and played. ആനിമൽസ് ഒക്കെ ഭയങ്കരമായിട്ട്, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരിങ്ങനെ ആർപ്പ് വിളിച്ചു, കളിച്ചു. Thank you, clouds, they said. പ്രിയപ്പെട്ട മേഘമേ, നിനക്ക് നന്ദി. അല്ലേ? The little cloud smiled and said. ആ ചെറിയ മേഘം അന്നേരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, We made the rain together. ഞാൻ ഒറ്റക്കല്ല, നമ്മളെല്ലാവരും കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? മഴ പെയ്യിച്ചത്. ഇതാണ് കഥ. ഒന്നുകൂടെ വായിക്കാമേ. The little cloud surprise. It was a hot and sunny morning. All the animals were tired. Oh no, the pond is dry, said the deer. We need water, said the birds. A small rain cloud floated in the sky. The cloud looked down and said, I want to help.
but the cloud was too small. The animals looked up and said, "Please try, little cloud." The little cloud had an idea. "I will call my cloud friends." More clouds came from all sides. They joined together as a big and dark cloud. Soon it started to rain. The pond was filled with water again. The trees danced in the rain. The animals cheered and played. "Thank you, clouds," they said. The little cloud smiled and said, "We made the rain together." ഇതാണ് സ്റ്റോറി. ഇത് വായിച്ചല്ലോ, മനസ്സിലായല്ലോ. ഇനി നോക്കിക്കോ. How was the weather in the morning? രാവിലത്തെ സമയം എങ്ങനെയായിരുന്നു അവിടുത്തെ കാലാവസ്ഥ? എങ്ങനെയായിരുന്നു മക്കളെ? It was hot and sunny. അതെങ്ങനെയായിരുന്നു? It was hot and sunny. ഭയങ്കര ചൂടുള്ളതും വെയിലുള്ളതുമായിരുന്നു അപ്പോഴത്തെ കാലാവസ്ഥ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. "Oh no, the pond is dry. Who said this?" അയ്യോ, ദാ കുളത്തിലൊന്നും വെള്ളമില്ലല്ലോ എന്ന് ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? The deer. ആര് പറഞ്ഞു? ഡിയർ പറഞ്ഞു, മാൻ പറഞ്ഞു അല്ലേ? ദ ഡിയർ എന്നതാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം. The little cloud was not able to make rain because it was too. ആ ചെറിയ മേഘത്തിന് മഴ പെയ്യിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താ കാരണം? It was too small. അത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ മൂന്നാമത്തതിൻ്റെ ആൻസർ സ്മോൾ. നാലാമത്തെ ചോദ്യം. How did the little cloud make it rain? എങ്ങനെയാണ് ആ ചെറിയ മേഘം മഴ പെയ്യിക്കാൻ തുടങ്ങിയത്? ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് ഉണ്ട്. It flew away. It called its cloud friends. It waited for the night. It went to sleep. എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ് മക്കളെ? എങ്ങനെയാണ് ആ മഴ പെയ്യിച്ചത്? ആൻസർ നോക്കുക. It called its cloud friends. അതെന്തിനെ വിളിച്ചു? അതിൻ്റെ കൂട്ടുകാരെ വിളിച്ചു, മേഘക്കൂട്ടുകാരെ വിളിച്ചു അല്ലേ? അടുത്ത ചോദ്യം. Pick out a word from the story which means shouted with joy. ഒരു വേർഡ് നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് പിക്ക് ചെയ്യണം. എന്താ അതിനർത്ഥം? ഷൗട്ടഡ് വിത്ത് ജോയ്, സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു എന്നുള്ള ഒരു മീനിങ് വരുന്ന വാക്ക് പിക്ക് ചെയ്യണം. അപ്പിയേർഡ് ആണോ, ചിയേർഡ് ആണോ, ഫിൽഡ് ആണോ, ടയേർഡ് ആണോ? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്ത മക്കളെ. എ ആണോ, ബി ആണോ, സി ആണോ എന്ന്, ഡി ആണോ എന്ന്? എ, ബി, സി ഓർ ഡി? ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ പെട്ടെന്ന്. ഒന്ന് കമൻറ്റ് ചെയ്തേ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേ. അതിനിടയ്ക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ഷൗട്ടഡ് വിത്ത് ജോയ്. ആ സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു എന്നുള്ളതിൻ്റെ കറക്റ്റ് വേർഡ് എന്താണ്? ചിയേർഡ്. എന്താണ്? ചിയേർഡ്. ക്ലിയർ ആണേ? അപ്പോൾ ഇത്രയായാൽ രണ്ടാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. അടുത്ത ചോദ്യം. ആഡ് ലൈൻസ് ടു ദ സോങ്. തന്നിരിക്കുന്ന സോങ്ങിലേക്ക് ലൈൻസ് ആഡ് ചെയ്യണം. All animals and birds in the forest cheered. എല്ലാവരും സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു. They started singing a song. അവരൊരു പാട്ട് പാടാൻ തുടങ്ങി. Little cloud, come to play around. എല്ലാവരും ക്ലൗഡിനെ വിളിക്കുകയാണ്. ലിറ്റിൽ ക്ലൗഡ്, ചെറിയ മേഘമേ വാ നമുക്ക് കളിക്കാമെന്ന് അല്ലേ? Come to garden, let's dance in rain. നമുക്ക് എന്ത് ചെയ്യാം? മഴയത്ത് ഡാൻസ് ചെയ്യാം. നീ എങ്ങോട്ട് വാ? പൂന്തോട്ടത്തിലേക്ക് വാ. Come to garden, let's dance in rain. നമുക്ക് മഴയത്ത് കളിക്കാം. വീണ്ടും ലിറ്റിൽ ക്ലൗഡ്, come to play around. ലിറ്റിൽ ക്ലൗഡ്, ചെറിയ മേഘമേ താഴത്തേക്ക് വാ. ബാക്കി 2 ലൈൻ നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്താലോ മക്കളെ? നോക്കിക്കോ. Come to garden, let's play in the rain. നമുക്ക് എന്ത് ചെയ്യാം? കളിക്കുക ചെയ്യാം. Let's play in the rain. ഇങ്ങനെ എഴുതിയാൽ മതി. സോ come to garden, let's play in rain. കിട്ടിയല്ലോ? അപ്പോൾ ആ ആക്ടിവിറ്റിയും കഴിഞ്ഞു. ആഡ് മോർ ലൈൻസ് എന്ന ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി നമ്പർ 4. ദിസ് ആക്ടിവിറ്റി ഹാസ് 2 പാർട്സ്. എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നേ എക്സാമിന് എഴുതേണ്ടതുള്ളൂ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി തോട്ട്സ് ആണ്, ചിന്തകൾ എഴുതാനാണ്. സാഷ ആൻഡ് നവീൻ ഗിഫ്റ്റഡ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷിയും നവീനും കൂടിയിട്ട് നമ്മുടെ കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ആ ബുക്ക് സ്വീകരിച്ചു. എങ്ങനെ? ഒരു ചെറുചിരിയോടുകൂടി.
റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് കവിത അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നമ്മുടെ കവിതയുടെ തോട്ട്സ് ഒന്ന് എഴുതണം, ചിന്തകൾ ഒന്ന് എഴുതി നോക്കണം. നമുക്കൊന്ന് എഴുതിയാലോ? ദാ നോക്കിക്കോളൂ. വാവ്, വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ് വാസ്. ഐ എം സോ ഹാപ്പി ടു ഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ബുക്ക്. ഇന്ന് എന്തൊരു നല്ല ദിവസമാണ്. ഐ എം സോ ഹാപ്പി ടു ഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ബുക്ക്. എനിക്ക് ഈ ബ്യൂട്ടിഫുൾ സ്റ്റോറി ബുക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു സാഷ ആൻഡ് നവീൻ ഫോർ ദിസ് ലവ്ലി ഗിഫ്റ്റ്. സാഷക്കും നവീനും എനിക്ക് ഒരുപാട്, സാഷയോടും നവീനോടും എനിക്ക് നന്ദിയുണ്ട്. ഐ ലവ് റീഡിങ് സ്റ്റോറി ബുക്സ്. എനിക്ക് സ്റ്റോറി ബുക്സ് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. ഐ എം എക്സൈറ്റഡ് ടു റീഡ് ദ സ്റ്റോറീസ് ആൻഡ് സീ ദ പിക്ചേഴ്സ്. എനിക്ക് ഇത്തരത്തിൽ സ്റ്റോറി ബുക്കിലെ പിക്ചേഴ്സ് കാണുന്നതും ഇതൊക്കെ വായിക്കുന്നതും വളരെ ഇഷ്ടമാണ്. ഐ വിൽ റീഡ് ദിസ് ബുക്ക് കെയർഫുള്ളി. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ പുസ്തകം വായിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആവാം ആ സമയത്ത് കവിത ചിന്തിച്ചിട്ടുണ്ടാവുക. നമുക്കൊന്നുകൂടെ വായിക്കാം. വാവ്, വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ് വാസ്. ഐ എം സോ ഹാപ്പി ടു ഗെറ്റ് ദിസ് ബുക്ക്, ബ്യൂട്ടിഫുൾ സ്റ്റോറി ബുക്ക്. താങ്ക് യു സാഷ ആൻഡ് നവീൻ ഫോർ ദിസ് ലവ്ലി ഗിഫ്റ്റ്. ഐ ലവ് റീഡിങ് സ്റ്റോറി ബുക്സ്. I am excited to read the stories and see the pictures. I will read this book carefully. ഇത്രയാണ് ആ സമയത്തെ കവിതയുടെ തോട്ട്സ്. ആക്ടിവിറ്റിയിലെ എ കംപ്ലീറ്റ് ആയി. അടുത്ത ചോദ്യം, അടുത്ത ബി പാർട്ട്, കോൺവെർസേഷൻ. സാഷ ആൻഡ് നവീൻ ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ടു കവിത ആൻഡ് വെന്റ് ഹോം. സാഷയും നവീനും കവിതക്ക് സ്റ്റോറി ബുക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയി. കവിതാസ് മദർ നോട്ടീസ്ഡ് ദ ബുക്ക്. കവിതയുടെ അമ്മ ആ ബുക്ക് ശ്രദ്ധിച്ചു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കവിത ആൻഡ് ഹെർ മദർ. കവിതയും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. മദർ, അമ്മ പറയാണ്, കവിത വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്. കവിതേ, നിന്റെ കയ്യിൽ എന്താണ്? അപ്പോഴെന്തായിരിക്കും കവിത പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കൊന്ന് നോക്കിക്കോ. ഇറ്റ് ഈസ് എ സ്റ്റോറി ബുക്ക്. ഇതെന്താണ്? ഇതൊരു സ്റ്റോറി ബുക്കാണ്. മദർ, ഹൂ ഗേവ് യു ദിസ് ബുക്ക്. ആരാ നിനക്ക് ഈ പുസ്തകം തന്നത്? സാഷ ആൻഡ് നവീൻ ഗേവ് ഇറ്റ് ടു മീ. ആ സമയത്ത് കവിത പറയാണ്, സാഷ ആൻഡ് നവീൻ ഗേവ് ഇറ്റ് ടു മീ. അപ്പം മദർ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റോറി ബുക്ക്. എന്താണ് ഈ സ്റ്റോറി ബുക്കിൻ്റെ പേര്? അപ്പം കവിത പറയാണ്, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ആനിമൽ സ്റ്റോറീസ്. ഇതെന്തിൻ്റെ ബുക്കാണ്? ആനിമൽ സ്റ്റോറീസിൻ്റെ ബുക്കാണ്. വീണ്ടും അമ്മ ചോദിക്കുകയാണ്, ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ബുക്ക്. നിനക്ക് ഈ സ്റ്റോറി ബുക്ക് ഇഷ്ടമായോ? അപ്പോൾ കവിത, യെസ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കവിത പറഞ്ഞു. ക്ലിയർ ആണോ? കോൺവെർസേഷൻ മനസ്സിലായോ? നമുക്കൊന്നുകൂടെ വായിക്കാമേ. മദർ, കവിത, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്. കവിത, ഇറ്റ് ഈസ് എ സ്റ്റോറി ബുക്ക്. മദർ, ഹു ഗേവ് യു ദിസ് ബുക്ക്. കവിത, സാഷ ആൻഡ് നവീൻ ഗേവ് ഇറ്റ് ടു മീ. വീണ്ടും മദർ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റോറി ബുക്ക്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ആനിമൽ സ്റ്റോറീസ്. മദർ, ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ബുക്ക്. കവിത, യെസ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇത്രയും എഴുതിയാൽ നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. മക്കളെ നന്നായിട്ട് പഠിക്കണേ, നല്ല രീതിയിൽ പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവർ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നോക്കാം നമുക്ക്. ഫിഫ്ത്ത് ആക്ടിവിറ്റി. ദിസ് ആക്ടിവിറ്റി ഹാസ് 2 പാർട്സ്. എഗെയിൻ ഈ ആക്ടിവിറ്റിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നേ ചെയ്യാനുള്ളൂ. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. തന്നിരിക്കുന്ന ചിത്രം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. നോക്കിക്കോളൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. കവിത ഈസ് ഗോയിങ് ടു സ്കൂൾ. സംതിങ് ഹാപ്പൻഡ് ഓൺ ഹെർ വേ. കവിത സ്കൂളിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ എന്തോ സംഭവിച്ച കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? എൻ്റെ മക്കളെ നോക്കിയേ, ഇതാ കവിത സ്കൂളിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ കവിത ഒരു അപ്പൂപ്പനെ കാണുന്നു. കവിത അപ്പൂപ്പന് വെള്ളം കൊടുക്കുന്നു. കവിതയും അപ്പൂപ്പനും കൂടി നടക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് നമ്മളതിൽ കാണുന്നത്. നമുക്കൊന്ന് അതിനൊരു സ്റ്റോറിയാക്കി ഡിസ്ക്രൈബ് ചെയ്താലോ? നമുക്ക് എഴുതി നോക്കാമേ. നോക്കിക്കോ. ഫസ്റ്റ് വൺ, കവിത ഈസ് ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. കവിത സ്കൂളിലേക്ക് പോവുകയായിരുന്നു. കവിത ഈസ് ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. രണ്ടാമത്തെ പിക്ചറിൽ എന്താ?
ഓൺ ഹെർ വേ ഷീ സീസ് ആൻ ഓൾഡ് മാൻ സിറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവൾ എന്ത് കണ്ടു? ഒരു വയസ്സായ മനുഷ്യൻ അവിടെ നിലത്തിരിക്കുന്നത് കണ്ടു. കവിത ഗേവ്സ് ഹിം എ ബോട്ടിൽ ഓഫ് വാട്ടർ. കവിത അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ഒരു കുപ്പി വെള്ളം കൊടുത്തു. ദ ഓൾഡ് മാൻ താങ്ക്സ് ഹെർ. ദ ഓൾഡ് മാൻ എന്ത് ചെയ്തു? ആ വയസ്സായ മനുഷ്യൻ അവളോട് നന്ദി പറഞ്ഞു. കവിത ഹെൽപ്സ് ദ ഓൾഡ് മാൻ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് വാക്ക്. കവിത ആ മനുഷ്യനെ എഴുന്നേൽക്കാനും നടക്കാനും സഹായിച്ചു. ഷീ ദെൻ ഗോസ് ടു സ്കൂൾ. അവൾ പിന്നെ എങ്ങോട്ട് പോയി? സ്കൂളിലേക്ക് പോയി. ഷീ ദെൻ ഗോസ് ടു സ്കൂൾ. അവൾ പിന്നീട് സ്കൂളിലേക്ക് പോയി. ഇത്രയാണ് ഏത് ആക്ടിവിറ്റി? 5ാമത്തെ ആക്ടിവിറ്റിയിലെ എ എന്ന് പറയുന്ന ഭാഗം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. 5ാമത്തെ ആക്ടിവിറ്റിയിലെ ബി. മാച്ച് ദ ഇവൻറ്റ്സ് വിത്ത് ദ പിക്ചേഴ്സ്. ഇവിടെ റൈറ്റ് സൈഡിൽ കുറേ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ സം ഡേയ്സ് ഹി സോ എ ക്രൗഡ് ഓൺ ദ റോഡ് സൈഡ്. He asked the old woman in the house to give him some mangoes. അങ്ങനെ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് മക്കളെ. നമ്മൾ എന്ത് ചെയ്യണം? ആ ഇവൻറ്റ്സിനെ ഒക്കെ ഒന്ന് നേരെ എടുത്തെഴുതണം, അതാത് ചിത്രത്തിന് കണക്കായിട്ട്. നിങ്ങളൊന്ന് ഇവിടെ നോക്കിയേ. ഒരു കുട്ടി സ്കൂൾ വിട്ടിട്ട് അങ്ങ് വരികയായിരുന്നു. അവൻ എന്ത് കണ്ടു? ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. അവൻ എന്ത് കണ്ടു? ഒരു വലിയ മാവിൻ്റെ മരം കണ്ടു, മാവ് കണ്ടു അല്ലേ? അതിൽ നിറച്ചും നല്ല അടിപൊളി പഴുത്ത മാങ്ങയുണ്ടായിരുന്നു. ഇനി നോക്കിയേ, 2ാമത്തെ ചിത്രത്തിൽ എന്താ പറയുന്നത്? അവിടുത്തെ ഒരു സ്ത്രീ കാണിക്കുന്നത്, അവിടെ ഒരു അമ്മൂമ്മേനെ കാണിക്കുന്നുണ്ടല്ലേ? ആ അമ്മൂമ്മയോട് ചിലപ്പോൾ അവൻ ചോദിച്ചിട്ടുണ്ടാവും, അമ്മൂമ്മേ എനിക്ക് കുറച്ച് മാങ്ങ തരുമോ എന്ന്. അപ്പോൾ 3ാമത്തെ ചിത്രം നോക്കിയേ, അമ്മൂമ്മ അവന് കുറച്ച് മാങ്ങ കൊടുത്തു. ഇനിയോ ഒരു ദിവസം അവൻ നടക്കുന്ന സമയത്ത് അവനൊരു ആൾക്കൂട്ടം കണ്ടു. അവിടെ ആരെയാ കണ്ടത്? അവനൊരു ആ അമ്മൂമ്മേനെ, നമ്മൾ നേരത്തെ മാങ്ങ കൊടുത്ത അമ്മൂമ്മേനെ അവിടെ നിലത്ത് കണ്ടു. അവനൊരു ടാക്സി വിളിച്ച് അമ്മൂമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെയായിരിക്കണം സ്റ്റോറി. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഓർഡർ ആക്കിയിട്ട് ഇവൻ്റ് ഒക്കെ കൃത്യമായിട്ട് നോക്കിക്കോ. ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നവീൻ ഒരു മാവിൻ്റെ മുകളിൽ നിറച്ചും നല്ല മാങ്ങ കണ്ടു. He asked the old woman in the second picture, he asked the old woman in the house to give him some mangoes. ആ വീട്ടിലത്തെ ആൾക്കാരോട്, ആ വീട്ടിലത്തെ മുത്തശ്ശിയോട് അവൻ എന്ത് ചോദിച്ചു? കുറച്ച് മാങ്ങ തരൂന്ന് ചോദിച്ചു. 3ാമത്തെ ചിത്രം. She gave him a bag full of mangoes. അവൻ എന്ത് കൊടുത്തു? ഒരു ബാഗ് നിറച്ചും മാങ്ങ കൊടുത്തു. ഇനിയോ നോക്കിയേ. ആഫ്റ്റർ സം ഡേയ്സ്, കുറച്ച് ദിവസത്തിന് ശേഷം, ഹി സോ എ ക്രൗഡ് ഓൺ ദ റോഡ് സൈഡ്. അവൻ ഒരു ദിവസം എന്ത് കണ്ടു? റോഡിൻ്റെ സൈഡിൽ ഒരു തിരക്ക് കണ്ടു, ഒരാൾക്കൂട്ടം കണ്ടു. ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദ ഓൾഡ് വുമൻ സിറ്റിംഗ് ടയർഡ്. അവൻ എന്ത് കണ്ടു? ആ വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ ആ അമ്മൂമ്മ വളരെ ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഹി കോൾഡ് എ ടാക്സി ആൻഡ് ടുക്ക് ഹെർ ടു ഹോസ്പിറ്റൽ. അവനൊരു ടാക്സി വിളിച്ച് അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ ഇവൻസിന് എന്ത് ചെയ്യണം? ഓർഡറാക്കി എഴുതണം. ഓക്കെ, സംഭവിച്ച കാര്യങ്ങളെ ഓർഡറാക്കി എഴുതണം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയി. മക്കളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. അതുവരേക്കും ഗുഡ് ബൈ.